ഇടതുമുന്നണി കോട്ടകൾ പോലും ഉടഞ്ഞുപോയ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റനെ തകർക്കാനായി. സാധാരണ മത്സരങ്ങളിൽ, യുദ്ധങ്ങളിൽ പ്രയോഗിക്കാറുള്ള ഒരു തന്ത്രമുണ്ട്. എതിർ ടീമിന്റെ ക്യാപ്റ്റന്റെ കരുത്തും കുറവുകളും മനസ്സിലാക്കി കുറവുകളിൽ പ്രഹരിക്കുകയും ക്യാപ്റ്റനെ വീഴ്ത്തുകയും ചെയ്താൽ ടീം ഛിന്ന ഭിന്നമായി പോകും. യുദ്ധമോ മത്സരമോ ജയിച്ചു കയറാം. 10 വർഷമായി ഇടതുപക്ഷത്തിന്റെ മുന്നണി പോരാളി പിണറായി വിജയനാണ്. സ്വന്തം പാർട്ടിയെയും മുന്നണിയെയും സർക്കാരിനെയും ഒരുപോലെ നയിച്ച് പകരം വെക്കാനില്ലാത്ത നേതാവായി. ആ നേതാവിനെ തകർക്കാനുള്ള ശ്രമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2005 ലാവ്ലിൻ കേസ് മുതലുണ്ട്. അവിടെ നിന്നിങ്ങോട്ട് അത്യാഡംബര വീട്, കമല ഇന്റർനാഷണൽ, സ്വർണ്ണക്കടത്ത്, എക്സാലോജിക്ക്, ലൈഫ് മിഷൻ അഴിമതി, AI ക്യാമറ, K-ഫോൺ അഴിമതി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ആരോപണങ്ങളും ആക്രമണങ്ങളും നേരിട്ട വ്യക്തിയാണ് പിണറായി. ലക്ഷ്യമിട്ടത് പിണറായിയുടെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുക എന്നത് മാത്രമാണ്. സംഘപരിവാർ ഒത്താശയോടെ 50 കോടി മുടക്കി കേരളം പിടിക്കാൻ കോൺഗ്രസ് കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റ് കനകോലു തയ്യാറാക്കിയ പ്രചരണങ്ങളാണ് UDF ഇവിടെ പ്രയോഗിച്ചത്. അതിലേറ്റവും വലിയ ആയുധം ഗീബൽസിനെ വെല്ലുന്ന നുണപ്രചരണങ്ങളായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തെ 1ാം സ്ഥാനത്തിച്ച് സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ പച്ച നുണകളുടെ കൂറ്റൻ കണ്ടെയ്നറുകൾ തുറന്നുവിട്ട് പ്രചരിപ്പിച്ചു. അതിന് സഹായിച്ചത് തങ്ങളുടെ താളത്തിന് നിൽക്കാത്ത ഇടതുപക്ഷത്തെ വൈരനിര്യാതന ബുദ്ധിയോടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ പത്രമുത്തശ്ശിമാരടങ്ങുന്ന മാധ്യമ സിൻഡിക്കേറ്റും അവരെ നിയന്ത്രിക്കുന്ന സംഘപരിവാര രാഷ്ട്രീയ സാമ്പത്തിക ശക്തികളുമാണ്. മതന്യൂനപക്ഷങ്ങളെ സമർത്ഥമായി ഉപയോഗിക്കാൻ മതരാജ്യവാദികളുടെ കൃത്യമായ ഏകോപന സിദ്ധാന്തം സഹായിച്ചു. സർക്കാരിന്റെ സഹായങ്ങൾ കാര്യമായൊന്നും ആവശ്യമില്ലാത്ത സമൂഹത്തിലെ 60% വരുന്ന സാമ്പത്തിക മധ്യവർഗവും 15% വരുന്ന ഉപരിവർഗവും അതിവേഗം ഈ പ്രചരണത്തിൽ അകപ്പെട്ടുപോയി. 10 വർഷമായില്ലേ, ഒരു മാറ്റം നല്ലതല്ലേ? നിഷ്കളങ്കമായ ആ ചോദ്യത്തിനു മുമ്പിൽ നമുക്ക് നഷ്ടമായത് കേരളം നേടിയെടുത്ത നേട്ടങ്ങളുടെ സമ്പൂർണ്ണ തകർച്ചയിലായിരിക്കുമെന്ന് പറയാതെ വയ്യ. സംഘപരിവാർ അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ള പ്രപ്പകണ്ടയാണ് ഇവിടെ നടപ്പാക്കുന്നതെന്ന് ഭരണം ലഭിച്ചവരും ഭരണം ലഭിക്കാത്തവരും മനസ്സിലാക്കിയാൽ നന്ന്. സംഘപരിവാറിനെയും അവർക്ക് വേണ്ടി വെറുതെ തിളയ്ക്കുന്ന UDFനെയും ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ ബാധ്യതയാണ്. പ്രായവും ആരോഗ്യവും അനുവദിക്കുന്ന കാലം വരെ കേരളത്തിന്റെ റിയൽ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചേ മതിയാകും.